ശാന്തി. 8/4/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുവോ ഇവയെല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്. അതിനാൽ ഇതിനോട് പരിധിയില്ലാത്ത വൈരാഗ്യം ഉണ്ടാകണം. ബാബ നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ചോദ്യം: കുട്ടികളായ നിങ്ങളുടെ സൈലൻസിൽ ഏതൊരു രഹസ്യം അടങ്ങിയിരിക്കുന്നു? ഉത്തരം: നിങ്ങൾ സൈലൻസിൽ ഇരിക്കുമ്പോൾ ശാന്തിധാമത്തെ ഓർമ്മിക്കുന്നു. നിങ്ങൾക്കറിയാം, സൈലൻസ് എന്നാൽ ജീവിച്ചിരിക്കെ മരിക്കുക എന്നർത്ഥം. ഇവിടെ ബാബ നിങ്ങളെ സദ്ഗുരുവിൻ്റെ രൂപത്തിൽ സൈലൻസിൽ ഇരിക്കാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ സൈലൻസിലിരുന്ന് തൻ്റെ വികർമ്മങ്ങളെ ഭസ്മമാക്കുന്നു. നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. മറ്റ് സത്സംഗങ്ങളിൽ ശാന്തിയിലിരിക്കുന്നു, എന്നാൽ അവർക്ക് ശാന്തിധാമത്തിൻ്റെ ജ്ഞാനം ഇല്ല. ഓം ശാന്തി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ ആത്മീയ കുട്ടികളെ പ്രതി ശിവ് ബാബ സംസാരിക്കുന്നു. ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതായിട്ടാണ്, എന്നാൽ ശിവ് ബാബയാണ് പറഞ്ഞത്. ശ്രീകൃഷ്ണനെ ബാബ എന്ന് പറയുക സാധ്യമല്ല. ഭാരതവാസികൾക്കറിയാം, പിതാവ് രണ്ടുണ്ട്, ലൗകികവും പാരലൗകികവും. പാരലൗകികത്തിനെ പരംപിത എന്ന് പറയുന്നു. ലൗകികത്തെ പരംപിത എന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങളെ ലൗകിക പിതാവല്ല മനസ്സിലാക്കിക്കുന്നത്. പാരലൗകിക പിതാവ് പാരലൗകിക കുട്ടികളെ മനസ്സിലാക്കിക്കുന്നു. ആദ്യം നിങ്ങൾ ശാന്തിധാമത്തിൽ പോകുന്നു. അതിനെ നിങ്ങൾ മുക്തിധാമമെന്നും നിർവാണധാമമെന്നും വാനപ്രസ്ഥം എന്നും പറയുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ ശാന്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. കേവലം അതിനെ തന്നെയാണ് ടവർ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കവേ ആദ്യം ശാന്തിയിലിരിക്കണം. ഏതൊരു സത്സംഗത്തിലും ആദ്യം ശാന്തിയിൽ ഇരിക്കുന്നു. എന്നാൽ അവർക്ക് ശാന്തിധാമത്തിൻ്റെ ജ്ഞാനമില്ല. കുട്ടികൾക്കറിയാം, ആത്മാക്കളായി നമുക്ക് ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകണം. ഏത് സമയത്തും ശരീരം വെടിഞ്ഞേക്കാം. അതിനാൽ ഇപ്പോൾ ബാബ എന്ത് പഠിപ്പിക്കുന്നോ അത് നല്ല രീതിയിൽ പഠിക്കണം. ആ ഒന്ന് സുപ്രീം ടീച്ചറുമാണ്, സദ്ഗതി ദാതാവായ ഗുരുവുമാണ്. ആ ഒന്നുമായി യോഗം യോജിപ്പിക്കണം. ഈ ഒന്ന് തന്നെ 3 സർവീസും ചെയ്യുന്നു. ഇങ്ങനെ മറ്റൊരാൾക്കും 3 സർവീസും ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരേ ഒരു ബാബ സൈലൻസും പഠിപ്പിക്കുന്നു. ജീവിച്ചിരിക്കെ മരിക്കുന്നതിനെ സൈലൻസ് എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാം, നമുക്ക് ഇപ്പോൾ ശാന്തിധാമമാകുന്ന വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പവിത്ര ആത്മാക്കൾ ആകാത്തതുവരെയും തിരികെ വീട്ടിലേക്ക് പോകുവാൻ സാധിക്കില്ല. എല്ലാവർക്കും പോകേണ്ടതുണ്ട്. അതിനാൽ അവസാനം പാപകർമ്മങ്ങൾക്കുള്ള ശിക്ഷകൾ ലഭിക്കുന്നു. പിന്നെ പദവിയും ഭ്രഷ്ടമായി പോകുന്നു. ശിക്ഷാഫലങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു. കാരണം മായയോട് തോൽക്കുന്നു. ബാബ വരുന്നത് തന്നെ മായയുടെ മേൽ ജയം നേടിത്തരുവാനാണ്. എന്നാൽ അലംഭാവം കാരണം ബാബയെ ഓർമ്മിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ ഒരേ ഒരു പിതാവിനെ തന്നെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഭക്തിമാർഗത്തിലും വളരെയധികം അലയുന്നു. ആരെയാണോ ശിരസ് നമിക്കുന്നത് അതിനെ അറിയുന്നില്ല. ബാബ വന്ന് അലയുന്നതിൽ നിന്നും മോചിപ്പിക്കുന്നു. ജ്ഞാനമാണ് പകൽ, ഭക്തിയാണ് രാത്രി എന്നത് മനസ്സിലാക്കിച്ചു തരുന്നു. രാത്രിയിൽ തന്നെയാണ് തിക്കും തിരക്കും കൊള്ളുന്നത്. ജ്ഞാനത്തിലൂടെ പകൽ, അതായത് സത്യത്രേതായുഗങ്ങൾ. ഭക്തി എന്നാൽ രാത്രി, ദ്വാപര കലിയുഗം. ഇതാണ് മുഴുവൻ ഡ്രാമയുടെയും ഡ്യൂറേഷൻ. പകുതി സമയം പകൽ, പകുതി സമയം രാത്രി. പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാരുടെ പകലും രാത്രിയും. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സംഗമത്തിൽ വരുന്നു. അതിനാൽ ശിവരാത്രി എന്ന് പറയുന്നു. ശിവരാത്രി എന്ന് ഏതിനെയാണ് പറയുന്നത് എന്നത് മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. നിങ്ങളല്ലാതെ ഒരാൾ പോലും ശിവരാത്രിയുടെ മഹത്വത്തെ അറിയുന്നില്ല. കാരണം ഇത് ഇടയിലാണ്.
എപ്പോഴാണോ രാത്രി പൂർത്തിയായി പകൽ ആരംഭിക്കുന്നത്. ഇതിനെയാണ് പുരുഷോത്തമ സംഗമയുഗം എന്ന് പറയുന്നത്. പഴയ ലോകത്തിൻ്റെയും പുതിയ ലോകത്തിൻ്റെയും ഇടയിൽ ബാബ വരുന്നത് തന്നെ പുരുഷോത്തമ സംഗമയുഗം തോറുമാണ്, യുഗങ്ങൾ തോറും എന്നല്ല. സത്യത്രേതായുഗത്തിൻ്റെ സംഗമത്തെയും സംഗമയുഗം എന്ന് പറയുന്നു. ബാബ പറയുന്നു ഇത് തെറ്റാണ്. ശിവ് ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാപം വിനാശമാകും. ഇതിനെ യോഗ അഗ്നി എന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും ബ്രാഹ്മണരാണ്. യോഗം പഠിപ്പിക്കുന്നു പവിത്രമാകുന്നതിന് വേണ്ടി. ആ ബ്രാഹ്മണർ കാമചിതയിൽ കയറ്റുന്നു. ആ ബ്രാഹ്മണരും ബ്രാഹ്മണരായ നിങ്ങളും തമ്മിൽ രാപകൽ വ്യത്യാസമുണ്ട്. അവർ ഗർഭവംശാവലിയാണ്, നിങ്ങൾ മുഖവംശാവലിയാണ്. ഓരോ കാര്യവും നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടവയാണ്. പൊതുവെ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കൂ, അപ്പോൾ വികർമ്മം വിനാശമാകും. പരിധിയില്ലാത്ത പിതാവിൻ്റെ സമ്പത്ത് ലഭിക്കുകയും ചെയ്യും. പിന്നെ എത്രത്തോളം ദൈവിക ഗുണം ധാരണ ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. ബാബ വരുന്നത് തന്നെ പതീതരെ പാവനമാക്കുവാനാണ്. അപ്പോൾ നിങ്ങളും ഈ സർവീസ് ചെയ്യണം. എല്ലാവരും പതീതമാണ്. ഗുരുക്കന്മാർക്ക് ആരെയും പാവനമാക്കാൻ സാധിക്കില്ല. പതീത പാവനൻ എന്ന നാമം ശിവ് ബാബയുടേതാണ്. ആ ഒന്ന് വരുന്നതും ഇവിടെയാണ്. എപ്പോഴാണോ എല്ലാവരും പൂർണ്ണമായും പതീതമായി മാറുന്നത് ഡ്രാമ പ്ലാൻ അനുസരിച്ച്, അപ്പോൾ ബാബ വരുന്നു. ആദ്യം കുട്ടികളെ അൽഫ് മനസ്സിലാക്കിക്കുന്നു, എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആ ഒന്ന് പതീത പാവനാണ്. ആത്മീയ പിതാവിനെ പതീത പാവനൻ എന്ന് പറയുന്നു. ഹേ ഭഗവാനെ അഥവാ ഹേ ബാബ എന്ന് പറയുന്നു. പക്ഷേ പരിചയം ആർക്കും തന്നെയില്ല. ഇപ്പോൾ സംഗമവാസികളായ നിങ്ങൾക്ക് പരിചയം ലഭിച്ചു. അവർ നരകവാസിയാണ്, നിങ്ങൾ നരകവാസിയല്ല. പിന്നെ അഥവാ ആരെങ്കിലും തോൽക്കുകയാണെങ്കിൽ പൂർണ്ണമായും വീണുപോകുന്നു. ചെയ്ത സമ്പാദ്യം ഇല്ലാതാകുന്നു. മുഖ്യമായ കാര്യമാണ് പതീതത്തിൽ നിന്നും പാവനമാകുന്നതിൻ്റെ. ഇത് വിഷ്യസ് ലോകം തന്നെയാണ്. മറ്റത് വൈസ്ലെസ് ലോകമാണ്, പുതിയ ലോകം. അവിടെ ദേവതമാർ രാജ്യം ഭരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ആദ്യം ദേവത തന്നെയാണ് ഏറ്റവും കൂടുതൽ ജന്മമെടുക്കുന്നത്. അതിലും ആരാണോ ആദ്യം സൂര്യവംശികൾ, അവർ ആദ്യം വരുന്നു. 21 തലമുറയ്ക്ക് സമ്പത്ത് നേടുന്നു. എത്ര പരിധിയില്ലാത്ത സമ്പത്താണ്! പവിത്രതയുടെ, സുഖത്തിൻ്റെ, ശാന്തിയുടെ. സത്യയുഗത്തെ പൂർണ്ണമായും സുഖധാമം എന്ന് പറയുന്നു. ത്രേത സെമിയാണ്. കാരണം 2 കല കുറയുന്നു. കല കുറയുന്നത് കാരണം പ്രകാശം കുറഞ്ഞു പോകുന്നു. ചന്ദ്രൻ്റെയും കല കുറയുന്നതിലൂടെ പ്രകാശം കുറഞ്ഞു പോകുന്നു. ഒടുവിൽ രേഖ മാത്രം അവശേഷിക്കുന്നു. നിൽ ആകുന്നില്ല. നിങ്ങളിലും ഇങ്ങനെയാണ്, നിൽ ആകുന്നില്ല. ഇതിനെ മാവിൽ ഉപ്പുപോലെ എന്ന് പറയുന്നു. ബാബ ആത്മാക്കൾക്ക് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇതാണ് ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മേള. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്നു. പരമാത്മാവ് എപ്പോഴാണ് വരുന്നത്? എപ്പോഴാണോ വളരെയധികം ആത്മാക്കൾ അഥവാ വളരെയധികം മനുഷ്യരാകുന്നത്, അപ്പോൾ പരമാത്മാവ് മേളയിൽ വരുന്നു. ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മേള എന്തിനു വേണ്ടി നടക്കുന്നു? ആ മേളയാണെങ്കിൽ മലിനം ആകുന്നതിന് വേണ്ടിയാണ്. ഈ സമയം നിങ്ങൾ പൂന്തോട്ടക്കാരനിലൂടെ മുള്ളിൽ നിന്നും പുഷ്പമായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാകുന്നു? ഓർമ്മയുടെ ബലത്തിലൂടെ. ബാബയെ പറയുന്നത് സർവശക്തിവാൻ എന്നാണ്. ഏതുപോലെ ബാബ സർവശക്തിവാനാണോ, അതേപോലെ രാവണനും ശക്തി കുറഞ്ഞവനല്ല. ബാബ സ്വയമേ പറയുന്നു, മായ വളരെ ബലവാനാണ്, കഠിനമാണ്. പറയുന്നു ബാബ, നമ്മൾ അങ്ങയെ ഓർമ്മിക്കുന്നു. മായ നമ്മുടെ ഓർമ്മയെ മറപ്പിക്കുന്നു. അന്യോന്യം ശത്രുവായിരിക്കുകയാണല്ലോ. ബാബ വന്ന് മായയുടെ മേൽ ജയം നേടിത്തരുന്നു. മായ പിന്നെ തോൽപ്പിക്കുന്നു.
ദേവതമാരുടെയും അസുരന്മാരുടെയും യുദ്ധം കാണിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങനെയൊന്നുമില്ല. യുദ്ധം ഇതാണ്: നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ദേവതയാകുന്നു. മായ ഓർമ്മയിൽ വിഘ്നമിടുന്നു, പഠനത്തിൽ വിഘ്നമിടുന്നില്ല. ഓർമ്മയിൽ തന്നെയാണ് വിഘ്നം ഉണ്ടാകുന്നത്. അടിക്കടി മായ മറപ്പിക്കുന്നു. ദേഹാഭിമാനി ആകുന്നതിലൂടെ മായയുടെ അടികൊള്ളുന്നു. ആരാണോ കാമി അവരെക്കുറിച്ച് വളരെ കടുത്ത വാക്കുകൾ പറയുന്നു. ഇത് രാവണ രാജ്യമാണ്. ഇവിടെയും മനസ്സിലാക്കിച്ചു തരുന്നു, പാവനമാകൂ. എന്നിട്ടും ആകുന്നില്ല. ബാബു പറയുന്നു, കുട്ടികളെ, വികാരത്തിൽ പോകാതിരിക്കൂ, മുഖം കറുപ്പിക്കാതിരിക്കൂ. എന്നിട്ടും എഴുതുന്നു, ബാബ മായ തോൽപ്പിച്ചു, അതായത് മുഖം കറുപ്പിച്ചിരിക്കുകയാണ്. വെളുപ്പും കറുപ്പുമുണ്ടല്ലോ. വികാരികൾ കറുപ്പും നിർവികാരികൾ വെളുപ്പുമായിരിക്കും. ശ്യാമസുന്ദരം എന്നതിൻ്റെ അർത്ഥം നിങ്ങളല്ലാതെ ലോകത്തിൽ ആരും അറിയുന്നില്ല. ശ്രീകൃഷ്ണനെയും ശ്യാമസുന്ദരം എന്ന് പറയുന്നു. ബാബ കൃഷ്ണൻ്റെ തന്നെ നാമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിച്ചു തരുന്നു. സ്വർഗത്തിലെ ഫസ്റ്റ് നമ്പർ പ്രിൻസ് ആയിരുന്നു. സുന്ദരതയിലും നമ്പർ 1 ഈ ഒന്ന് പാസ്സാകുന്നു. പിന്നെ പുനർജന്മം എടുത്തെടുത്ത് താഴെ ഇറങ്ങി കറുപ്പാകുന്നു. അപ്പോൾ ശ്യാമസുന്ദരം എന്ന നാമം വച്ചിരിക്കുന്നു. ഈ അർത്ഥവും ബാബ മനസ്സിലാക്കിക്കുന്നു. ശിവബാബയാണെങ്കിൽ എവർ സുന്ദരം തന്നെയാണ്. ആ ഒന്ന് വന്ന് കുട്ടികളായ നിങ്ങളെ സുന്ദരമാക്കുന്നു. പതീതവും കറുപ്പുമായവർ പാവനവും സുന്ദരവുമാകുന്നു. നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ വന്നിരിക്കുകയാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയാകട്ടെ. ശിവഭഗവാനുവാച എന്ന മഹിമയുമുണ്ട്. മാതാക്കൾ സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നു. അതിനാൽ വന്ദേ മാതരം എന്ന് മഹിമ ചെയ്യപ്പെടുന്നു. വന്ദേ മാതരം എന്നുള്ളപ്പോൾ പിതാവുമുണ്ട് എന്നത് അണ്ടർസ്റ്റുഡാണ്. ബാബ മാതാക്കളുടെ മഹിമ വർദ്ധിപ്പിക്കുന്നു. ആദ്യം ലക്ഷ്മി, പിന്നെ നാരായണൻ. ഇവിടെ പിന്നെ ആദ്യം മിസ്റ്റർ, പിന്നെ മിസ്സസ്. ഡ്രാമയുടെ രഹസ്യം ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ബാബ ആകുന്ന രചയിതാവ് ആദ്യം തൻ്റെ പരിചയം നൽകുന്നു. ഒന്നാണ് പരിധിയുള്ള ലൗകിക പിതാവ്, രണ്ടാമത്തേതാണ് പരിധിയില്ലാത്ത പാരലൗകിക പിതാവ്. പരിധിയില്ലാത്ത പിതാവിനെ ഓർമ്മിക്കുന്നു. കാരണം ആ ഒന്നിലൂടെ പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. പരിധിയുള്ള സമ്പത്ത് ലഭിച്ചിട്ടും പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നു. ബാബ അങ്ങ് വരികയാണെങ്കിൽ നമ്മൾ മറ്റ് കൂട്ടുകെട്ട് വേർപെടുത്തി ഒരേ ഒരു അങ്ങയുമായി യോജിപ്പിക്കും. ഇത് ആരാണ് പറഞ്ഞത്? ആത്മാവ്. ആത്മാവ് തന്നെയാണ് ഈ ഓർഗൻസിലൂടെ പാർട്ട് അഭിനയിക്കുന്നത്. ഓരോ ആത്മാവും എങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നു അങ്ങനെയുള്ള ജന്മമെടുക്കുന്നു. ധനികർ ദരിദ്രമാകുന്നു. കർമ്മമാണല്ലോ. ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിൻ്റെ അധികാരിയാണ്. ഇവർ എന്തു ചെയ്തു? ഇത് നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾക്കേ മനസ്സിലാക്കിക്കാൻ സാധിക്കൂ. ബാബ പറയുന്നു, ഈ കണ്ണുകളിലൂടെ നിങ്ങൾ എന്തെല്ലാം കാണുന്നുവോ അതിനോട് വൈരാഗ്യം ഉണ്ടാകുന്നു. ഇതെല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്. പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ പിന്നെ പഴയതിനോട് വൈരാഗ്യം ഉണ്ടാകുന്നു. കുട്ടികൾ പറയും, ബാബ പുതിയ കെട്ടിടമുണ്ടാക്കി, നമ്മൾ അതിൽ പോകും. ഈ പഴയ കെട്ടിടം തകർന്നു പോകും. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. കുട്ടികൾക്കറിയാം ബാബ വന്നിരിക്കുകയാണ് സ്വർഗം സ്ഥാപിക്കുവാൻ. ഇത് പഴയ മോശമായ ലോകമാണ്. കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ ത്രിമൂർത്തി ശിവന്റെ മുന്നിലിരിക്കുന്നു. നിങ്ങൾ വിജയം നേടുന്നു. വാസ്തവത്തിൽ നിങ്ങളുടെ ഈ ത്രിമൂർത്തി കോട്ട് ഓഫ് ആംസ് ആണ്. ബ്രാഹ്മണരായ നിങ്ങളുടെ ഈ കുലം ഏറ്റവും ഉയർന്നതാണ്, കുടുമിയാണ്. ഈ രാജ്യം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ഈ കോട്ട് ഓഫ് ആംസിനെ ബ്രാഹ്മണരായ നിങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. ശിവ് ബാബ നമ്മളെ ബ്രഹ്മാവിലൂടെ പഠിപ്പിക്കുന്നു ദേവീ ദേവത ആക്കുന്നതിനായി. വിനാശം ഉണ്ടാവുക തന്നെ ചെയ്യും. ലോകം തമോ പ്രധാനമാകുന്നു. അപ്പോൾ നാച്ചുറൽ കലാമിറ്റീസും സഹായിക്കുന്നു. ബുദ്ധി കൊണ്ട് സയൻസ്
എത്ര കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഉദരത്തിൽ നിന്നും മൂസലങ്ങൾ ഒന്നും വരുന്നില്ല. ഈ സയൻസ് ഇറങ്ങിയിരിക്കുകയാണ്. അതിലൂടെ മുഴുവൻ കുലത്തെയും ഇല്ലായ്മ ചെയ്യുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു, ഉയർന്നതിലും ഉയർന്നതാണ് ശിവബാബ. പൂജയും ചെയ്യേണ്ടത് ഒരു ശിവബാബയുടേതും ദേവതമാരുടേതുമാണ്. ബ്രാഹ്മണരുടെ പൂജ ഉണ്ടാവുക സാധ്യമല്ല. കാരണം നിങ്ങളുടെ ആത്മാവ് പവിത്രമാണ്, എന്നാൽ ശരീരം പവിത്രമല്ല. അതിനാൽ പൂജായോഗ്യമാവുക സാധ്യമല്ല, മഹിമായോഗ്യമാണ്. എപ്പോഴാണോ വീണ്ടും നിങ്ങൾ ദേവതയാകുന്നത്, അപ്പോൾ ആത്മാവും പവിത്രം, ശരീരവും പുതിയതും പവിത്രമായതും ലഭിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ മഹിമായോഗ്യരാണ്. വന്ദേ മാതരം എന്ന് പാടപ്പെടുന്നു. മാതാക്കളുടെ സേന എന്തു ചെയ്തു? മാതാക്കൾ തന്നെയാണ് ശ്രീമത്തിലൂടെ ജ്ഞാനം നൽകിയത്. മാതാക്കൾ എല്ലാവർക്കും ശ്രീമത്തിലൂടെ ജ്ഞാനം നൽകുന്നു. മാതാക്കൾ എല്ലാവരെയും ജ്ഞാനാമൃതം കുടിപ്പിക്കുന്നു. യഥാർത്ഥ രീതിയിൽ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശാസ്ത്രങ്ങളിലാണെങ്കിൽ ധാരാളം കഥകൾ എഴുതിയിരിക്കുന്നു. അതിരുന്ന് കേൾപ്പിക്കുന്നു. നിങ്ങൾ സത്യം സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇതിരുന്ന് കേൾപ്പിക്കുകയാണെങ്കിൽ സത്യം സത്യം എന്ന് പറയും. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ സത്യം സത്യം എന്ന് പറയില്ല. മനുഷ്യർ ഇങ്ങനെ കല്ലുബുദ്ധിയാണ്. അവർ സത്യം സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കല്ലുബുദ്ധിയും പവിഴബുദ്ധിയും എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. പവിഴബുദ്ധി എന്നാൽ പാരസ്നാഥൻ. നേപ്പാളിൽ പാരസ്നാഥൻ്റെ ചിത്രമുണ്ട്. പാരസ്പുരിയുടെ നാഥൻ ഈ ലക്ഷ്മി നാരായണനാണ്. അവരുടെ ഡിനാസ്റ്റി ഉണ്ട്. ഇപ്പോൾ മുഖ്യമായ കാര്യമാണ് രചയിതാവിനെയും രചനയുടെ രഹസ്യത്തെയും അറിയുക. അതിനെക്കുറിച്ച് ഋഷിമുനിമാരും നേത്തി നേത്തി, ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞു വന്നു. ഇപ്പോൾ നിങ്ങൾ ബാബയിലൂടെ സർവ്വതും അറിയുന്നു, അതായത് ആസ്തികരാകുന്നു. മായാരാവണൻ നാസ്തികരാക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. സദാ സ്മൃതി ഉണ്ടായിരിക്കട്ടെ, നമ്മൾ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണരാണ്. നമ്മുടേത് ഏറ്റവും ഉയർന്ന കുലമാണ്. നമുക്ക് പവിത്രമാവുകയും ആക്കുകയും വേണം. പതീത പാവനായ ബാബയുടെ സഹായിയാകണം. ഓർമ്മയിൽ ഒരിക്കലും അലംഭാവം കാണിക്കരുത്. ദേഹാഭിമാനം കാരണം തന്നെയാണ് മായ ഓർമ്മയിൽ വിഘ്നമിടുന്നത്. അതിനാൽ ആദ്യം ദേഹാഭിമാനം ഉപേക്ഷിക്കണം. യോഗ അഗ്നിയിലൂടെ പാപം നശിപ്പിക്കണം. വരദാനം. സാധനങ്ങളുടെ പ്രവൃത്തിയിൽ ഇരിക്കവേ കമലപുഷ്പ സമാനം വേറിട്ടവരും പ്രിയപ്പെട്ടവരും ആയിരിക്കുന്ന പരിധിയില്ലാത്ത വൈരാഗിയായി ഭവിക്കട്ടെ. സാധനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവയെ വിശാല ഹൃദയത്തോടെ യൂസ് ചെയ്യൂ. ഈ സാധനങ്ങൾ തന്നെ താങ്കൾക്ക് വേണ്ടിയാണ്. എന്നാൽ സാധന മെർജാക്കാതിരിക്കൂ. പൂർണ്ണമായും ബാലൻസ് ഉണ്ടാകണം. സാധനങ്ങൾ മോശമല്ല. സാധനം താങ്കളുടെ കർമ്മത്തിൻ്റെയും യോഗത്തിൻ്റെയും ഫലമാണ്. എന്നാൽ സാധനങ്ങളുടെ പ്രവൃത്തിയിലിരിക്കവേ കമലപുഷ്പ സമാനം വേറിട്ടവരും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരുമാകൂ. യൂസ് ചെയ്തുകൊണ്ടും അവയുടെ പ്രഭാവത്തിൽ വരാതിരിക്കൂ. സാധനങ്ങളിൽ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി മെർജാകരുത്. ആദ്യം സ്വയം തന്നിൽ ഇതിനെ എമേർജ് ചെയ്യൂ. പിന്നെ വിശ്വത്തിൽ വായുമണ്ഡലം വ്യാപിപ്പിക്കൂ. സ്ലോഗൻ. വിഷമിക്കുന്നവരെ തൻ്റെ അന്തസ്സിൽ സ്ഥിതി ചെയ്യിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല സേവനം. ഓം ശാന്തി. മനസ്സിലെ സങ്കൽപ്പങ്ങളെ ഞാൻ നിരീക്ഷിക്കുന്നു.
എൻ്റെ സങ്കല്പങ്ങളെ നിരീക്ഷിക്കുമ്പോൾ സങ്കല്പങ്ങളുടെ വേഗത സാവധാനത്തിൽ ആകുന്നു. സദ്വിവേകത്തെ ഉണർത്തി സൂക്ഷ്മമായ മനോവിഷമങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും വിട നൽകി അവയിൽ നിന്നും എൻ്റെ മനസ്സിനെ ഞാൻ സ്വതന്ത്രമാക്കുന്നു. വിപരീത സാഹചര്യങ്ങളെയും വിഘ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി എന്നിലുണ്ട്. ഞാൻ എല്ലാ വ്യർത്ഥ വികൽപ്പങ്ങൾക്കും വിരാമമിട്ട് എൻ്റെ നിജസ്വരൂപത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു അലൗകിക പ്രകാശബിന്ദുവായി അമരമായ ആത്മാവാണ് ഞാൻ. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയാകുന്ന എൻ്റെ നൈസർഗിക ഗുണം ഞാൻ അനുഭവിക്കുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ സ്ഥിതിയിലിരുന്ന് ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിയുടെ ബന്ധം വേർപെടുത്തി പരമധാമം ആകുന്ന ആത്മഗ്രഹത്തിലേക്ക് സങ്കല്പത്തിലൂടെ യാത്ര ചെയ്യുന്നു. സർവത്ര ശാന്തതയും സ്വീറ്റ് സൈലൻസും നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ സ്വതന്ത്രമാണ്. ഭാരരഹിതമാണ്. ശാന്ത സ്വരൂപമാണ്. നിശബ്ദതയുടെ ഈ ധാമത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ സ്പന്ദനങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നു. ആ ദിവ്യമായ ശാന്തിയുടെ സ്രോതസ്സായ ശിവപരമാത്മാവിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്നു. ശാന്തി സാഗരനും സർവശക്തിവാനും ജ്ഞാനസൂര്യനുമായ പരമാത്മാവിൻ്റെ ഈ ശ്രേഷ്ഠ സംഘത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെയും ശക്തിയുടെയും ആത്മീയ ഊർജം എന്നിൽ നിറയുന്നു. പരമാത്മാവിൽ നിന്നും
പ്രസരിക്കുന്ന ശക്തിശാലി സ്പന്ദനങ്ങൾ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശമാനമാക്കുന്നു. അഗ്നിക്ക് പരിവർത്തന ശക്തി ഉണ്ടായിരിക്കുന്നത് പോലെ ഈ പരമാത്മാ പ്രകാശം എന്നിലെ പരിമിതമായ വ്യക്തിത്വ ഭാവങ്ങളെ സമാപ്തമാക്കി അപരിമിതമായ അലൗകിക വ്യക്തിത്വം എമർജ് ആക്കുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും അലൗകിക ഈശ്വരീയ അനുഭവങ്ങളാൽ സമ്പന്നമായി ഞാൻ സ്മൃതിയുടെ ശക്തിയിലൂടെ സാകാര ദേഹത്തിലേക്ക് മടങ്ങി വരുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ശ്രേഷ്ഠ തരംഗങ്ങൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ തരംഗങ്ങൾ അന്തരീക്ഷത്തെ, വായുമണ്ഡലത്തെ ശക്തിശാലിയും ശാന്തവുമാക്കി മാറ്റുന്നു.